കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന മറ്റൊരു ദുരന്തമുണ്ട്, ശക്തമായ കാറ്റ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പല അപകടങ്ങളും ഒഴിവാക്കാൻ പറ്റും. ശക്തമായ കാറ്റിനെ നേരിടാനുള്ള പൊതുജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അടുത്തതായി. കാറ്റ് ശക്തമായി വീശുമെന്ന് കണ്ടാൽ ഒരു കാരണവശാലും മരച്ചുവട്ടിൽ നിൽക്കരുത്. വീട്ടുവളപ്പിലെ അപകടകരമായ രീതിയിലുള്ള ചില്ലകൾ വെട്ടിയൊതുക്കണം. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുയിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുക. ഉറപ്പില്ലാത്ത പരസ്യബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ എന്നിവ ബലപ്പെടുത്തുക. ഇല്ലെങ്കിൽ അഴിച്ചുമാറ്റുക. ചുമരിലോ മറ്റോ ചാരിവെച്ച കോണി പോലുള്ളവ കെട്ടിവെക്കുക. കാറ്റ് വീശി തുടങ്ങിയാൽ വീട്ടിലെ വാതിലും ജനലും അടയ്ക്കുക. അടച്ചുറപ്പില്ലാത്ത വീടുകളിലുള്ളവർ 1077 എന്ന നമ്പറിൽ നേരത്തെ തന്നെ അറിയിക്കുക. വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂം നമ്പറാണ് 1077. വൈദ്യുതി കമ്പികളും പോസ്റ്റുകളും പൊട്ടി വീണത് കണ്ടാൽ KSEBയുടെ 1912 എന്ന നമ്പറിൽ അറിയിക്കുക. പൊതുജനങ്ങൾ നേരിട്ടിറങ്ങി റിപ്പയർ വർക്കുകൾ ചെയ്യാതിരിക്കുക. പത്രം, പാൽ വിതരണക്കാർ അതിരാവിലെ പ്രത്യേകം ജാഗ്രത പാലിച്ചിറങ്ങണം. വഴികളിലെ വെള്ളക്കെട്ടിലും മറ്റും വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടില്ല എന്ന് ഉറപ്പാക്കണം. നിർമ്മാണ ജോലികളിൽ ഏർപ്പെടുന്നവർ കാറ്റ് ശക്തമായാൽ ജോലി നിർത്തിവെച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇത്. പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക, നിർദ്ദേശങ്ങൾ പിന്തുടരുക. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.